ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് സൺഡേ എടുത്ത് വെച്ചൊരു വീഡിയോ ആട്ടോ. സൺഡേ സ്പെഷ്യലായിട്ട് ബീഫായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ബീഫ് നന്നായിട്ട് ഞാൻ കഴുകി അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, തേങ്ങാക്കൊത്ത്, കരിവേപ്പില അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് കുറച്ച് സവാള, പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറേ സവാളയൊന്നും ഇടുന്നില്ല കേട്ടോ. ഒരു 3-4 സവാള, ഒരു ചെറിയ സൈസ് സവാളയായിട്ട് ഇടുന്നത്. ഒരുപാടായി കഴിഞ്ഞാൽ മധുരമായി പോകും. അപ്പോൾ ആ ഒരു ഇതിലായിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം രാവിലെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ട് ബീഫ് മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പം കാപ്പിക്ക് ഇന്ന് പൂരിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകാറായപ്പോഴാണ് കേട്ടോ ഞാൻ ബീഫ് കറി ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ കൂടെ എടുത്തു കേട്ടോ. അപ്പം ഓൾറെഡി ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സിൽ ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ സവോള ഒക്കെ ഒന്ന് തോൽ പൊളിക്കുന്നുണ്ട്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെറൈറ്റി എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഏതാണേലും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ സ്പെഷ്യലൊക്കെ ആയിട്ട് ഏട്ടനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പൊന്നൂസിനൊപ്പം ഞാൻ ഇന്ന് ചെറുതായിട്ട് ബീഫൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി വെച്ചാൽ ചേരു കൂടുതലായതുകൊണ്ട് അവൾക്ക് ഞാനൊരു വേറെ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ബീഫ് വേവിച്ചതിൻ്റെ കൂടെ തന്നെ അവൾക്ക് കുറച്ച് നീളത്തിലുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ഞാൻ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിൽ ഇതാ വിസിലടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 സവാളയായിട്ട് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം കേട്ടോ. പിന്നെ സവാള ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ വെച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റില്ലേ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം, ആ ഒരു പേസ്റ്റും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. അപ്പം തന്നെ നല്ലൊരു മണം വരും. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല അടിപൊളിയാണ്. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നല്ലൊരു മണം കേട്ടോ. എവിടെ നിന്നാലും ഇതിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരുപാടൊന്നും മുരിഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഞാൻ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ ബീഫിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് അതിനനുസരിച്ചാട്ടോ ചേർത്ത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം ആ രീതിയിൽ ചേർത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് മീറ്റ് മസാല, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി മാത്രമായിട്ട്. കാരണം മുളക് പൊടി ഞാൻ ബീഫിനകത്ത് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എരിവും കൂടിപ്പോവും. അപ്പോൾ ആ പൊടികളെല്ലാം ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇതാ സവോളയിലൊക്കെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. മൂത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ബീഫ് വെന്തതിൻ്റെ എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫും കൂടെ വറുത്തെടുക്കുന്നുണ്ട്. പൊന്നൂസിനുള്ള ബീഫൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ഒരുപാട് എരിവാണ്ടല്ലോ എന്ന് ഓർത്തിട്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ബീഫ് നന്നായിട്ട് ആയിക്കൊണ്ടിരിപ്പുണ്ട്. നല്ല അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് ഫുഡ് കഴിക്കാണ്ടിരുന്നു കേട്ടോ. ഏട്ടന് കറി ഇഷ്ടപ്പെട്ടു. അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 2 മണിക്ക് ആകാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഉറക്കമൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയിരുന്നു കേട്ടോ. വയക്കായിരുന്നു. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു, ബീഫ് കറിയും ചായയും കൂടെ കൂട്ടി കഴിച്ചിട്ടോ. പൊന്നൂസ് ഇതായിരുന്നു ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ പൂരിയായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ അതിലും ബാക്കി വന്ന പൊടിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പൂരി ഉണ്ടാക്കാൻ നിന്നിട്ട് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കി. അതുകൊണ്ടാണ് ചെറിയത് കേട്ടോ. ഇനിയിപ്പം കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം കേട്ടോ. കുളിക്കാനുള്ള പരിപാടിയാണ്. പൊന്നൂസിനെ ഇനി കുളിപ്പിക്കണം. അപ്പോൾ സമയം ഇപ്പം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞതൊക്കെ കയറുന്നു കേട്ടോ. കുളി കഴിഞ്ഞത് ഇനി കുറച്ച് ക്രീമൊക്കെ തേച്ച് പൗഡറൊക്കെ ഇട്ടുന്ന മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇനിയിപ്പോൾ പൊന്നൂസിന് ചോറ് കൊടുക്കണം. ചോറ് കൊടുത്തിട്ട് ഇനി അവളെ നോർക്കുന്നുണ്ടോ. ഇനിയിപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കും. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. കറിയൊക്കെ ഓൾറെഡി തന്നെ രാവിലെ വെച്ചുകൊണ്ട് അതൊന്നും വെക്കേണ്ടി വന്നില്ല കേട്ടോ. അതിനെ ഒന്ന് ചൂടാക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിയിരിക്കുന്നുണ്ടോ. പിന്നെ ഇത് പൊന്നൂസിന് ചൂട് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. പൊന്നൂസ് അവിടെ മിക്സിയുടെ ജാറൊക്കെ എടുത്തിട്ടുണ്ട്. ഭയങ്കര കളിയാണ് കേട്ടോ. പിന്നെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കേ.